ഒരു കൃഷിയിടത്തിനടുത്തുള്ള വീട്ടിലാണ് റോസിക്കോഴി ജീവിച്ചിരുന്നത്. അവൾ വളരെ കഠിനാധ്വാനിയായിരുന്നു. അടുക്കും ചിട്ടയും വളരെ പ്രധാനമായിരുന്നു. പുറത്തുപോയി അവൾ ധാന്യമണികൾ ശേഖരിച്ചിരുന്നു. അടുത്ത് കൃഷിയിടമുള്ളതിനാൽ അവൾക്ക് ധാരാളം ധാന്യമണികൾ കിട്ടിയിരുന്നു. വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അവൾക്ക് വളരെ നിർബന്ധമായിരുന്നു. എല്ലാം അവൾ കൃത്യമായി കഴുകി അടുക്കി വച്ചിരുന്നു. ആ കൃഷിയിടത്തിൽ നിന്ന് കുറച്ചു മാറി ഒരു മരത്തിലെ വീട്ടിൽ കുറുക്കനും അവന്റെ ഭാര്യയും താമസിച്ചിരുന്നു. കുറുക്കന്റെ ഭാര്യ ജനാലയിലൂടെ ദൂരെ റോസിക്കോഴിയെ നോക്കി വെള്ളമിറക്കിയിരുന്നു. കുറുക്കൻ റോസിക്കോഴിയെ ഒളിഞ്ഞു നിന്ന് നോക്കി. ഇവൾ കൊള്ളാമല്ലോ, ഇവളുടെ ഇറച്ചി വളരെ രുചികരമായിരിക്കും. ഒരു നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തിന്ന കാലം മറന്നു. കുറുക്കത്തിക്കും സന്തോഷമാകും. അവൻ വീട്ടിലെത്തി കോഴിയെ പിടിക്കാൻ ഒരു ചാക്കുമെടുത്ത് പുറപ്പെട്ടു. പാചകം ചെയ്തുകൊണ്ടിരുന്ന ഭാര്യയോടായി അവൻ പറഞ്ഞു, ഞാൻ പോയി റോസിക്കോഴിയെ പിടിച്ചിട്ട് വരാം. നീ എണ്ണയൊക്കെ തിളപ്പിച്ചു വെക്കണം. നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ഒരു ആഘോഷമാക്കി മാറ്റാം. അവൾ മസാലയൊക്കെ തയ്യാറാക്കി ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കാൻ നല്ല അരപ്പൊക്കെ റെഡിയാക്കി വച്ചു. കുറുക്കൻ റോസി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാത്തുനിന്നു. റോസിക്കോഴി പുറത്തേക്ക് പോയതും ഇത് തന്നെ അവസരം എന്നവൻ തിരിച്ചറിഞ്ഞു. ഈ സമയം കുറുക്കന്റെ ഭാര്യ വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിക്കുവാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈയുടെ രുചിയോർത്തപ്പോൾ അവൾക്ക് കൊതിയൂറി. റോസി പുറത്തുപോയ തക്കത്തിന് കുറുക്കൻ വീടിനുള്ളിൽ കടന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് റോസി എത്തി. അവൾ അകത്ത് കയറി വാതിലടച്ചു. ശേഖരിച്ച ധാന്യമണിയൊക്കെ മേശയിലേക്ക് വച്ചു. ശേഷം അവൾ വിശ്രമത്തിനായി അകത്തെ മുറിയിലേക്ക് പോയി. കുറുക്കൻ ഒളിച്ചിരിക്കുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഒളിച്ചിരുന്ന കുറുക്കൻ അവളുടെ മുന്നിലേക്ക് ചാടി വീണു. ഭയന്നു പോയ റോസി മുകളിലേക്ക് പറന്നു കയറി. കുറുക്കന് എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് നീ താഴെ ഇറങ്ങി വരുന്നതാണ് നല്ലത്. നിന്നെ പിടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. കുറുക്ക, നീ ഇവിടെ മുകളിലേക്ക് നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നാണം കെടാതെ വീട്ടിലേക്ക് പോ. കുറുക്കന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. അവൻ അവിടെ വട്ടത്തിൽ കറങ്ങുവാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് കോഴിയമ്മയ്ക്ക് മനസ്സിലായില്ല. അവൾ കുറുക്കൻ ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കുറുക്കനാകട്ടെ സ്വന്തം വാൽ പിടിക്കാനെന്ന വണ്ണം കറക്കം തുടർന്നുകൊണ്ടിരുന്നു. കുറച്ച് കറങ്ങി തളരുമ്പോൾ കുറുക്കൻ വീട്ടിലേക്ക് പൊയ്ക്കോളും എന്നവൾ കരുതി. എന്നാൽ കുറുക്കൻ ഒരു റോക്കറ്റ് പോലെ വളരെ വേഗത്തിൽ കറങ്ങുവാൻ തുടങ്ങി. നോക്കിയിരുന്ന റോസിക്കോഴിക്ക് തല കറങ്ങുവാൻ തുടങ്ങി. അവൾ അയ്യോ കൊത്തോ എന്ന് താഴേക്ക് വീണു. കുറുക്കൻ അവളെ ചാക്കിനുള്ളിലാക്കി പൂട്ടി. തോളിൽ തൂക്കി അവൻ തന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങി. ദീർഘമായ കറക്കം കാരണം അവൻ വല്ലാതെ തളർന്നിരുന്നു. ചാക്ക് അടുത്തു വച്ചിട്ട് അവൻ ഒരു മരച്ചുവട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഈ സമയം ചാക്കിൽ കിടന്ന റോസിക്കോഴിക്ക് പതിയെ ബോധം തെളിഞ്ഞു. അവൾ ഒരുവിധം ചാക്കിന് പുറത്തേക്ക് കടന്നു. അവൾ വളരെ പണിപ്പെട്ട് ഭാരമുള്ള ഒരു കല്ലെടുത്ത് ചാക്കിലിട്ട് പഴയതുപോലെ പൂട്ടിവെച്ചു. ഉറക്കമുണർന്ന കുറുക്കൻ ഇതൊന്നും അറിയാതെ ചാക്കും തൂക്കി വീട്ടിലേക്ക് നടന്നു. ഞാനിതെന്താ കൊണ്ടുവന്നതെന്ന് നോക്കൂ. എണ്ണയൊക്കെ നന്നായി തിളച്ചല്ലോ അല്ലേ? ആർത്തി മൂത്ത രണ്ടുപേരും വേഗം തന്നെ ചാക്ക് തുറന്ന് തിളച്ച എണ്ണയിലേക്ക് തട്ടി. കല്ല് വീണ് തിളച്ച എണ്ണ കുറുക്കന്മാരുടെ പുറത്തേക്ക് മറിഞ്ഞു. അങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോയവർ കുറുക്കൻ ഫ്രൈ ആയി മാറി. റോസിക്കോഴി പിന്നീടുള്ള കാലം അവളുടെ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു.